എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മുടെ വിളിയെക്കുറിച്ച് നാം ഉറപ്പുള്ളവരായിരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിപ്പാനായിട്ടിടയായി തീർന്നു. അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനത്തിലൂടെ ദൈവസഭയെ ദൈവം എന്തിനാണ് വിളിച്ചത്, ആ വിളിയുടെ ഉദ്ദേശം എന്ത് എന്നതിനെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നുണ്ട്. പത്രോസിന്റെ ഒന്നാം ലേഖനത്തിൽ പ്രധാനമായിട്ട് 5 ഉദ്ദേശങ്ങളെ കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് നമുക്ക് അതിൻ്റെ ഒന്നാമത്തെ ചിന്ത നമുക്ക് കാണാം. പത്രോസിന്റെ ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. അവിടെ വളരെ കൃത്യമായി ദൈവസഭയോട്, ദൈവമക്കളോട് പത്രോസ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് നമ്മെ വിളിച്ചത് ആരാണ്, എന്തിനാണ് നമ്മെ വിളിച്ചത്. ഈ 2 ചോദ്യങ്ങൾക്കും ആ ഒരു വാക്യത്തിൽ നമുക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് കഴിയും. ഒന്ന്, നമ്മെ വിളിച്ചത് വിശുദ്ധനായ ദൈവമാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം വിശുദ്ധനാണ്, നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. അവനിൽ പാപമില്ല. പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവം നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശം ആ വാക്യത്തിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം നാം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം എന്നതാണ് ആ വിളിയുടെ ഉദ്ദേശം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം അധിവസിക്കുന്ന ഈ ഭൂമി പാപപങ്കുലമായ ഒരു ഭൂമിയാണ്. പാപത്തിന്റെ ശക്തി എല്ലായ്പ്പോഴും നമ്മെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മുടെ അകത്ത് അധിവസിക്കുന്നത് വിശുദ്ധനായ ദൈവമാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ ആ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എല്ലാ നടപ്പിലും ഒരു വിശുദ്ധ ജീവിതം നയിപ്പാനാണ് എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും നമുക്കുണ്ടാകണം. അതെ പ്രിയമുള്ളവരെ, പാപത്തെ വിട്ടൊഴിയുവാൻ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു വിശുദ്ധ ജീവിതത്തിന് ഉടമകളായി തീരുവാൻ സർവശക്തനായ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ വിളിച്ച വിശുദ്ധനോത്തവണ്ണം ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നടപ്പിലും ഒരു വിശുദ്ധ ജീവിതത്തിന് ഉടമകളായി തീരുവാൻ ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. നമ്മുടെ സന്നിധിയിൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.